ചേട്ടാ എന്താ മോനെ അങ്ങനെ വരുമ്പോഴേ മണം അടിക്കണം. മണന്നടിക്കണം. അതെ. ഇത് മണമുള്ള കൊഴിയാത്ത വാടാത്ത മുല്ലപ്പൂവ്. ഓക്കെ. നമ്മുടെ കയ്യിൽ 1.5 മുഴം വരെ ഉള്ളതുണ്ട്, വേണ്ട മുഴ ഉള്ളതുണ്ട്, അപ്പം അതും വേണ്ട. കുട്ടികൾക്ക് സ്ക്രഞ്ചീസ് പോലെ ഇടണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ 2 വട്ടമായിട്ട് ഇട്ടാലും ടൈറ്റ് ആയിട്ട് വെക്കും. പിന്നെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സെൻറ്റഡ് മണവും അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചറും. ഇത് നമ്മൾ സാധാരണ മുല്ലപ്പൂട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി, ഇപ്പോൾ ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ നല്ല വേനൽക്കാലമാണ്, നല്ല ചൂടും വരും. അപ്പോൾ ആ സമയത്ത് പരിപാടിക്ക് പോകുമ്പോൾ നമ്മുടെ പൂവ് പെട്ടെന്ന് വാടിപ്പോവും. ഈ പൂവാണെങ്കിൽ വാടില്ല, കൊഴിയില്ല, മണവും പോവില്ല. സൂക്ഷിച്ചൊരു പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫ്ലവർ ആണെങ്കിൽ അതുണ്ട്, അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടണം, എയറിൽ ഇങ്ങനെ കെട്ടണം, അതിന് ഓപ്ഷൻ ഉണ്ട്. അല്ല നിങ്ങൾക്ക് നന്നായിട്ട് കെട്ടണം, അതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പല സൈസസിലും നമുക്ക് വരുന്നുണ്ട്. ഇതിൽ തന്നെ റെഡ് ഫ്ലവർ ആയിട്ടും ഗ്രീൻ ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൊഴിയാത്ത വാടാത്ത നല്ല അടിപൊളി ജാസ്മിൻ സെൻറ്റഡ് ഫ്ലവർ കിട്ടണമെങ്കിൽ ട്രിവാൻഡ്രത്ത് പ്ലാനറ്റ് ജോലിൽ ആയത്. ഓക്കേ.